നിധി, ഒരു സ്ത്രീ സ്വയംഭോഗം ചെയ്തിട്ട് ഹോസ്പിറ്റലിലായിരുന്ന ഒരു ന്യൂസ് കണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും അത്? അപ്പോൾ ലേഡീസ് സ്വയംഭോഗം ചെയ്യാറുണ്ട്. നമ്മൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സ്വയംഭോഗം എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓർഗാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ ഓർഗാസത്തിന്റെ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ഓർഗാസം എന്നുള്ള കുക്ക് ഓഫ് ഫെമിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഡിയോ കണ്ടന്റ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ പുസ്തകങ്ങൾ കുക്ക് ഓഫ് ഫെമിൽ അവൈലബിൾ ആണ്. നല്ല ഫിക്ഷണൽ സ്റ്റോറീസുകൾ ഉണ്ട്, അതുപോലെ തന്നെ മോട്ടിവേഷണൽ പുസ്തകങ്ങൾ, അങ്ങനെ പല കാറ്റഗറിയിലുള്ള പുസ്തകങ്ങൾ നല്ല ഓഡിയോ ക്വാളിറ്റിയിൽ ലഭ്യമാണെന്നുള്ളതാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇതുവരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു കിടിലൻ അവസരം കൂടിയുണ്ട്. 7 days ഫ്രീ ട്രയൽ ലഭ്യമാണെന്നുള്ളതാണ്. അപ്പോൾ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കുക. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. അതായത് ആ ഒരു സ്ത്രീകളുടെ മാസ്റ്റുർബേഷൻ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. സ്വയംഭോഗം ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും ബയോളജിക്കലാണ്, നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ആര് ചെയ്ത് കഴിഞ്ഞാലും നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ റോങ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ട് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സ്ത്രീകളുടെ കേസിൽ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് എക്സ്റ്റേണൽ ആയിട്ട് സ്റ്റിമുലേഷൻ നടത്താം. അതായത് ആ ഒരു ക്രിസരിയും കാര്യങ്ങളൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഓർഗാസം രതിമൂർച്ചയും കാര്യങ്ങളൊക്കെ കണ്ടെത്താവുന്നതാണ്. അതേപോലെ ഇന്റേണൽ ആയിട്ട്, ഇന്റേണൽ എന്ന് പറയുമ്പോൾ ആ യോനിക്കുള്ളിലോട്ട്, വെജൈനയുടെ ഉള്ളിലോട്ട് അവിടെയുള്ള നെർവ് എൻഡിങ്ങുകൾ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടും സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റും. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും സ്ത്രീകൾക്ക് 2 രീതിയിൽ ആ ഒരു ഓർഗാസത്തിലോട്ട്, രതിമൂർച്ചയിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. 2 രീതിയിൽ അവർക്ക് സ്വയംഭോഗം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പല ആൾക്കാരും ഹാൻഡ് ഉപയോഗിച്ച്, ഫിംഗേഴ്സ് യൂസ് ചെയ്ത് തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അവിടെയാണ് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഒന്ന്, പല ആൾക്കാരും ആ നെയിൽസ് കാര്യമായിട്ടുണ്ടാവും. അപ്പോൾ ഈ നെയിൽസോട് കൂടിയിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയ മുറിവുകൾ, കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്, അവിടെ ചെറിയ മുറിവുകൾ ഉണ്ടാവാം. അത് ഇൻഫെക്ഷൻ സാധ്യതകൾ കൂട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ കൃത്യമായിട്ട് കയ്യോ കാര്യങ്ങളൊന്നും വാഷ് ചെയ്യാണ്ടാണ് ചെയ്യുന്നെങ്കിലോ, നമ്മുടെ കയ്യിൽ നമ്മൾ കാണാതെ, നമ്മുടെ നേക്കഡ് ആയി കൊണ്ട് കാണാത്ത ഒരുപാട് മൈക്രോബിയൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇൻഫെക്ഷൻ സാധ്യതകൾ ഉണ്ടാക്കാൻ സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഹാൻഡ് വാഷ് ചെയ്ത് നെയിൽസ് ഒക്കെ കട്ട് ചെയ്തിട്ടായിരിക്കണം സ്വയംഭോഗവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് എക്സ്റ്റേണൽ ആണെങ്കിലും ഇന്റേണൽ ആണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ എക്സ്റ്റേണൽ ഏരിയയിൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ലൂബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ, ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വെജൈനയിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് തന്നെ ലൂബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്റ്റേണൽ ലൂബ്രിക്കേഷൻ ആയിട്ട് ഒരു വാട്ടർ ബേസ്ഡ് ലൂബ് കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്സുകൾ, വൈബ്രേറ്റേഴ്സുകൾ പോലുള്ള കാര്യങ്ങൾ ചിലർ ഉപയോഗപ്പെടുന്നുണ്ടാവും. ഈ വൈബ്രേറ്റേഴ്സുകൾ ഷെയർ ചെയ്ത് ഉപയോഗിക്കുകയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ റൂമിൽ നിൽക്കുന്നവർ മൾട്ടിപ്പിൾ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ടോയ്സ് നമ്മൾ അയാൾ തന്നെ ഉപയോഗിക്കുക. അത് ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും കൃത്യമായ രീതിയിൽ വൃത്തിയാക്കിയിട്ട് ഉപയോഗിച്ചിരിക്കണം. അല്ലെങ്കിലും ഇൻഫെക്ഷൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ടോയ്സിന് സമാനം എന്നോണം പല ആൾക്കാരും പല തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുന്നുണ്ട്. വെജിറ്റബിൾസുകൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള കുപ്പികൾ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ പുറത്ത് പല കെമിക്കൽസുകൾ, പെസ്റ്റിസൈഡ് കാര്യങ്ങളൊക്കെ അടിച്ചായിരിക്കും. ഇത് കൃത്യമായിട്ട് വാഷ് ചെയ്യാണ്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെജൈനയിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസുകൾ കാര്യങ്ങളുണ്ട്. അതൊക്കെ നശിച്ചു പോകാനും അവിടെയുള്ള ആ ഒരു എക്കോസിസ്റ്റം നശിക്കാനും ഇൻഫെക്ഷൻസുകൾ അടിക്കടി വരാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതോ ഒന്നും അല്ലല്ലോ. പിന്നെ വരുന്നത് തലയണയിലൊക്കെ റബ്ബ് ചെയ്തുകൊണ്ട്, ആ ഒരു വൾവ ഏരിയ റബ്ബ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. ഇത് അവിടെയുള്ള സ്കിന്നിൽ ഇറിറ്റേഷൻസുകൾ ഉണ്ടാക്കാൻ, സ്കിന്നിൽ ചെറിയ കട്ട്സുകൾ, ഇൻഫെക്ഷൻ സാധ്യതകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രിക്ഷൻ അവിടെയുള്ള സ്കിന്നിലെ കളർ ചേഞ്ചസുകൾ കാര്യങ്ങൾക്കെല്ലാം കാരണമായേക്കുന്നതാണ്. സോ അങ്ങനെയുള്ള രീതികളും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ വരുന്നൊരു കാര്യം അഡിക്ഷനാണ്. ചില ആൾക്കാർ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഡെയിലി ലൈഫിനെ അത് ബാധിക്കുന്ന രീതിയിൽ വരാം. ഇപ്പോൾ പഠനം, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന രീതികൾ വരാം. അതും മസ്റ്റായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അഡിക്ഷൻ രീതിയിലോട്ട് പോവാതിരിക്കുക, കൺട്രോൾഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുക എന്നുള്ളത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പാർട്ണർ ഉണ്ടായിട്ടും പാർട്ണറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം രീതികൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് റോങ് ആയ രീതിയിൽ അവിടെ ഡാമേജ് വരുത്തുന്ന രീതിയിൽ ചെയ്യാതിരിക്കുക എന്നുള്ളതും, വൃത്തിയോടുകൂടി ചെയ്യുക എന്നുള്ളതും, അതേപോലെ തന്നെ നമ്മൾ അഡിക്ഷനിലോട്ട് പോകാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഡോക്ടറെ കാണേണ്ടുന്ന സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസുകൾ വരിക, അതേപോലെ തന്നെ അവിടെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള മുറിവുകൾ രൂപപ്പെടുന്ന അവസ്ഥകളോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതേപോലെ അഡിക്ഷൻ എന്നുള്ള സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഡോക്ടറെ കാണേണ്ടുന്ന സിറ്റുവേഷനിലോട്ട് വരിക എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്തൊക്കെ മറക്കണ്ട. മറ്റു വീഡിയോ കാണാം. ബൈ ഗൈസ്.